മനഃശാസ്ത്ര ലോകത്തെ ഏറ്റവും ഞെട്ടിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ്, അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ നിഷ്ക്രിയത്വം. ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ ചുറ്റും കൂടുതൽ ആളുകൾ ഉള്ളതിനേക്കാൾ കുറച്ചു പേർ മാത്രമുള്ളപ്പോഴാണ് അയാൾക്ക് സഹായം ലഭിക്കാൻ സാധ്യത കൂടുതൽ എന്ന വിരോധാഭാസമാണിത്. 1964 മാർച്ച് 13-ന് ന്യൂയോർക്കിലെ ക്വീൻസിൽ നടന്ന ഒരു ദാരുണ സംഭവമാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് ഗവേഷണം നടത്താൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിച്ചത്. കിറ്റി ജെനോവിസ് എന്ന 28-കാരി തന്റെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു. 30 മിനിറ്റിലധികം നീണ്ടുനിന്ന ആ ആക്രമണത്തിനിടയിൽ അവൾ നിലവിളിച്ചു, സഹായം അഭ്യർത്ഥിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം സമീപത്തെ അപ്പാർട്ട്മെന്റുകളിലെ 38ഓളം ആളുകൾ ഈ ദൃശ്യങ്ങൾ കാണുകയോ നിലവിളി കേൾക്കുകയോ ചെയ്തിരുന്നു. എന്നാൽ ഒരാളും തന്നെ പോലീസിനെ വിളിക്കാനോ മുന്നോട്ട് വരാനോ തയ്യാറായില്ല. ഒടുവിൽ കിറ്റി ജീവൻ വെടിഞ്ഞു. ഈ സംഭവം ലോകത്തെ തന്നെ ഞെട്ടിച്ചു. തുടർന്ന് മനഃശാസ്ത്രജ്ഞരായ ജോൺ ഡാർലിയും ബിബ് ലതാനിയും നടത്തിയ പഠനങ്ങളിലാണ് ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്ന സിദ്ധാന്തം ജനിക്കുന്നത്. മനുഷ്യരുടെ ക്രൂരതയല്ല ഇതിന് കാരണം, മറിച്ച് തലച്ചോറിന്റെ ചില പ്രതികരണങ്ങളാണ്. ഇവിടെ ഇത്രയും ആളുകൾ ഉണ്ടല്ലോ, ആരെങ്കിലും പോലീസിനെ വിളിക്കുമെന്ന് ഓരോരുത്തരും കരുതുന്നു. ആളുകളുടെ എണ്ണം കൂടുന്തോറും വ്യക്തിഗത ഉത്തരവാദിത്വം കുറയുന്നു. ചുറ്റുമുള്ളവർ ശാന്തരായി നിൽക്കുന്നത് കാണുമ്പോൾ ഇത് വലിയ കുഴപ്പമുള്ള വിഷയമല്ലായിരിക്കും എന്ന് നമ്മുടെ മനസ്സ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഒരു അപകടമോ അതിക്രമമോ കാണുമ്പോൾ കാഴ്ചക്കാരനായി മാറി നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവന്റെ വില ആ നിമിഷത്തെ നമ്മളുടെ ഓരോരുത്തരുടെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും നിലനിൽക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ കാര്യങ്ങൾ നാം ഓരോരുത്തരും ഓർത്തു വയ്ക്കുക. മറ്റാരെങ്കിലും ചെയ്യുമെന്ന് കരുതി മാറി നിൽക്കരുത്. സഹായത്തിനായി ആദ്യം മുന്നോട്ട് വരുന്നത് നമ്മൾ ഓരോരുത്തരുമായിരിക്കണം. നിങ്ങൾ ഇറങ്ങുമ്പോൾ അത് കണ്ട് മറ്റുള്ളവരും സഹായിക്കാൻ മുന്നോട്ട് വരും. സമൂഹം എന്നത് നമ്മൾ ഓരോരുത്തരും ചേരുന്നതാണ്. വഴിയിൽ വീണുപോയ ഒരു അപരിചിതന് മുന്നിൽ കണ്ണടയ്ക്കാതിരിക്കുക. കാരണം നാളെ ആ സ്ഥാനത്ത് നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ആയേക്കാം.